അനുഗ്രഹങ്ങളിലേക്കോ കർത്താവിൻ്റെ കൃപയിലേക്കോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാറ്റത്തിലേക്കോ ഒന്നും ഈ അടുത്ത കാലത്തെങ്ങും എനിക്കിനിയും എത്തിപ്പെടാൻ പറ്റാതായി പോകുന്നു എന്നൊരു സങ്കടത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ആ ദുഃഖങ്ങളെ വേരോടെ പിഴുതു കളഞ്ഞുകൊണ്ട് അതിവേഗം നിങ്ങളുടെ അരികിലേക്ക് പാഞ്ഞു വരുന്ന ഒരു ദൈവകൃപയെ ദർശിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ കർത്താവ് ഒരു ദൂരെ നിൽക്കുന്ന പ്രതീതിയല്ല സൃഷ്ടിക്കുന്നത്. അരികത്തേക്ക് വിടവുകളില്ലാതെ അകലങ്ങളില്ലാതെ ഏറ്റവും നിയറസ്റ്റായിട്ട് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീരുന്ന നിലയിൽ അത് നിങ്ങളോട് അടുത്തടുത്തടുത്തടുത്ത് വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ ഇടപെടൽ ഇന്ന് ഒത്തിരി പേർക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന ഉറപ്പോടുകൂടെയാണ് പ്രവചനദൂത് സംസാരിക്കാൻ കർത്താവ് എന്നെ അയച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് അത്യുന്നതനായ യേശു കർത്താവിൻ്റെ ആ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം അതൊരു അപാരമായ ദൈവിക ബന്ധത്തിൻ്റെ രഹസ്യ താക്കോലാണ്. ആ വചനം നമ്മളോടൊരു വാക്ക് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. അതിൻ്റെ തൊട്ട് പുറകിലൊരു വാക്കിങ്ങനെ തിളച്ചു നിൽപ്പുണ്ട്. ആ വാക്കിങ്ങനെയാണ്: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ യേശുവിൻ്റെ രക്തം മുഖാന്തിരം ദൈവത്തോട് വളരെ അടുത്താണിപ്പോൾ ആയിരിക്കുന്നത്. ഈ വചനത്തിൻ്റെ സത്ത് എന്നാന്ന് മനസ്സിലായോ? ഇതിനകത്തൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് തുറന്നു പറയുന്ന രഹസ്യം എന്താണ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പ്രസംഗം തയ്യാറാക്കാൻ വളരെ എളുപ്പമായി വചനം വെച്ച്, പക്ഷെ ഞാൻ അതല്ല നിങ്ങൾക്ക് തരുന്നേ. എനിക്കിത് പോയിന്റുകൾ വെച്ച് കുറിവാക്യം വെച്ച് കുറേ നേരം കളയാനല്ല ഞാൻ ഈ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഇതിനകത്തൊരു ദൈവാംശമുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ലൈഫിനെ വളരെ ശക്തമായി സ്വാധീനിച്ചുയർത്തുന്ന ഒരു അനുഗ്രഹ രഹസ്യമുണ്ട്. ആ ശക്തിയെ, ആ രഹസ്യത്തെ കടഞ്ഞെടുക്കുക, ആട്ടിക്കടഞ്ഞെടുത്ത് ഇന്നത് നിങ്ങൾക്ക് വിളമ്പുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സമയം അത് നിങ്ങളുടെ ലൈഫിനെ ദൈവം മാറ്റാൻ നിരൂപിച്ചിരിക്കുന്ന സമയമാണെന്നുള്ള 100% ഉറപ്പോടെ മാത്രം എൻ്റെ വാക്കുകളെ കേട്ടു തുടങ്ങുക. നമ്മൾ ആരായാലും യേശുവിനെ കൈക്കൊള്ളുന്ന ആ സമയം തൊട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നു. നമ്മൾ അടുത്താലും ഇല്ലേലും ദൈവം നമ്മളോട് അടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സീക്രട്ട്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഓടാൻ കഴിയാത്ത വിധം ദൈവം നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾക്ക് അകലാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിങ്ങളോട് ചേർന്ന് പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ കുരുത്തക്കേടുകളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ സഹിഷ്ണുതയോടെ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്: മകനായിപ്പോയി, മകളായിപ്പോയി, കൂടപ്പിറപ്പല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ടില്ലേ? കാരണം ആരെല്ലാം വേണ്ടെന്ന് വെച്ചാലും ഉപേക്ഷിപ്പാൻ പറ്റാത്ത രീതിയിൽ ഒരു 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 ബന്ധം, ഒരു രക്തബന്ധം ഉടലെടുത്തിരിക്കുന്നതാണ് ആ കൈയൊഴിയാൻ വയ്യാത്തതിൻ്റെ കാരണമായി അവർ ഉയർത്തി കാണിക്കുന്നത്. ഇതിനകത്തും ഒരു രക്തബന്ധം കയറിക്കൂടിയിട്ടുണ്ട്. ആ രക്തബന്ധം യേശുവിലുള്ള രക്തബന്ധമാണ്. അകലാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ദൈവത്തോടും ദൈവത്തിൻ്റെ സകലമാന അനുഗ്രഹങ്ങളോടും അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും ഇനിയും അകന്നും തീരാൻ പറ്റാത്ത വിധത്തിൽ ഒരു ചോരയിൽ തീർത്ത ബന്ധം ദൈവത്തിന് നിങ്ങളുമായി രൂപപ്പെട്ടു പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ആ രക്തബന്ധത്തിൻ്റെ ശക്തിയിൽ കർത്താവ് നമ്മളോട് വളരെ ക്ലോസ്ഡായി ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ദൈവവുമായുള്ള വ്യക്തിബന്ധമാണ് ഇതിൻ്റെ കീ.
ഞാൻ പാപിയാണെന്നും ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലെന്നും ഞാൻ ഒത്തിരി അങ്ങ് ഒറ്റപ്പെട്ടു പോയതാണെന്നും എനിക്കിനി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അഴുക്കായി പോയെന്നൊക്കെ നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഈ ചിന്ത ലോകത്തെല്ലാവർക്കും പല സാഹചര്യങ്ങളിലും മാറിയും മറിഞ്ഞും എല്ലാം വരും. ഇന്ന് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്ക് നാളെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ചിന്ത കയറി വരും. കാരണം നമ്മളെല്ലാം ബേസിക്കലി മനുഷ്യരാണ്. മനുഷ്യരായ നമ്മളുടെ സ്വഭാവം മാറിയും മറിഞ്ഞും എല്ലാം നിൽക്കും. ഇത് നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തിന് നന്നായി അറിയാം. എന്നാലും തൻ്റെ സ്വഭാവം മാറ്റാൻ ദൈവം തയ്യാറല്ല. തൻ്റെ വിശ്വസ്തത അഴിച്ചു മാറ്റി അതിനകത്ത് വെള്ളം ചേർക്കാൻ കർത്താവ് റെഡിയല്ല. കർത്താവ് നമ്മളോട് കാണിച്ചിരിക്കുന്ന കൂറ്, വിശ്വസ്തത, സ്നേഹം, ആത്മബന്ധം അവസാനത്തോളം അവിടുന്ന് നിലനിർത്തുക തന്നെ ചെയ്യും. സന്തോഷമായോ സമാധാനമായോ ആയെങ്കിൽ യേശുവിനും നന്ദി പറ. രണ്ടാമത്തെ കാര്യം, ബന്ധം ഉറപ്പിക്കപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ്, ബന്ധത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങളുടെ ഒരു വൻ പരമ്പര തന്നെയുണ്ട്. ആ വലിയ അനുഗ്രഹങ്ങൾ പലതും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് പലതും വരുന്നതെന്നാണ്. പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെടും. പരിശ്രമങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകും. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് നിമിത്തം, ഒരു കുടുംബ ബന്ധം പോലെ ആയിത്തീർന്നത് നിമിത്തം നിങ്ങൾക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ചില അവകാശങ്ങൾ പോലെ ദൈവത്തിൽ നിന്നും യേശു കർത്താവ് നിമിത്തം നമുക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളുടെ വൻ സമൃദ്ധികളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്. ഇത് സ്വന്തമാക്കാനുള്ള കൊതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മേലേക്ക് തുറന്നു വരും. ഒരു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഞാൻ അതിനെ തിരുത്താൻ വരുന്നില്ല. കാരണം ഈ സാഹചര്യത്തിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് നിങ്ങൾ പറയത്തക്ക വിധം നിങ്ങൾക്കെന്താണോ കിട്ടേണ്ടത്, അത് പണമാണെങ്കിൽ പണമെന്ന് തന്നെ ഞാൻ പറയും, അത് വസ്ത്രമാണെങ്കിൽ വസ്ത്രമെന്ന് തന്നെ പറയും, മാന്യതയാണെങ്കിൽ മാന്യതയെന്ന് തന്നെ പറയും. ഒരു വലിയ വിഷയത്തിലുള്ള വിജയമാണെങ്കിൽ അത് വിജയം തന്നെ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വലിയൊരു അഭിഷേകമാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ അനുഗ്രഹം എന്ന നിലയിൽ ഉള്ളിൽ ചേക്കേറ്റി കൊണ്ടു നടക്കുന്ന ആ വലിയ കാര്യമുണ്ടല്ലോ, ആ വലിയ കാര്യം നിങ്ങൾക്ക് യേശുവുമായുള്ള ഈ ബന്ധം നിമിത്തം ഇനി അതിലേ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ദൂരമില്ല എന്ന് തിരിച്ചറിഞ്ഞാട്ടെ. നിങ്ങൾ കാത്തിരുന്ന ബ്ലെസ്സിങ്, നിങ്ങൾ കാത്തിരുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ വെയിറ്റ് ചെയ്തിരുന്ന ആ വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും കാലതാമസം കൂടാതെ, ദൂരപരിധികൾ കൂടാതെ ഇപ്പോൾ തന്നെ പ്രവേശിപ്പാൻ പോകുകയാണ്. മനസ്സിലായോ? ലാസറിനെ ഉയർപ്പിക്കാൻ നേരം യേശു പറഞ്ഞു, അന്ത്യനാളിലല്ല, ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യും. മരിച്ചവനെ ജീവിപ്പിക്കാൻ യേശുവിന് കാലദൈർഘ്യം എന്ന കടമ്പയ്ക്കകത്തേക്ക് അയാളുടെ ജീവിതത്തെ ഒരു പ്രോസസ്സിങ്ങിനായിട്ട് വിടാൻ താല്പര്യമില്ലായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് യേശു അത് ചെയ്തു. പച്ചവെള്ളം വീഞ്ഞാക്കുന്ന ആ ഒരു ദൗത്യം ഒത്തിരി കാലങ്ങൾ കൊണ്ട് നടക്കേണ്ടതാണ്. പക്ഷേ യേശുവിന് അതിനകത്തും സമയത്തെ കയറ്റാൻ താല്പര്യമില്ലായിരുന്നു. ചില സാഹചര്യങ്ങളിൽ സമയം ഒരു അനുഗ്രഹമാണ്, ചില സാഹചര്യങ്ങളിൽ സമയം ഒരു ബന്ധനവുമാണ്. എന്നാൽ ഈ സമയത്തിൻ്റെ ബന്ധന ശക്തിയെ യേശുവിൻ്റെ ശക്തി തടയും. അതായത് ഒരു വിത്ത് കിളുക്കാൻ ഇത്ര സമയം വേണം, ഒരു മുന്തിരി പ്രോസസ്സ് ചെയ്ത് വീഞ്ഞാക്കാൻ ഇത്ര സമയം വേണം, ഒരാൾ ഇന്ന ലെവലിലേക്ക് എത്താൻ ഇത്ര സമയം വേണം എന്നിങ്ങനെയൊക്കെ ഇന്നതുപോലായി തീരാൻ അതിനിടയിൽ ആ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം ചില സാഹചര്യങ്ങളിൽ അതൊരു വലിയ ചലഞ്ചാണ്, അതൊരു ബന്ധനമാണ്. അങ്ങനെയുള്ള സമയത്തിൻ്റെ നിലപാടുകളെ നോക്കിക്കൊണ്ട് യേശു പറയും, നീ തൽക്കാലം മാറി നിൽക്കുക, ഞാൻ പറഞ്ഞത് നടക്കട്ടെ. സമയത്തിനു മീതെയും കർത്താവായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. കാരണം സമയം ഉണ്ടാകുന്നത് ഭൂമി തിരിയുന്നതിനാലും സൂര്യനെ അത് വലം വെക്കുന്നതിനാലും
സൂര്യചന്ദ്രന്മാരുള്ളതിനാലുമൊക്കെയാണല്ലോ, രാവു പകലും ഉള്ളതിനാലാണല്ലോ സമയമെന്ന് പറയുന്ന സംഗതി രൂപപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനം ആരുടെ കരത്തിലാണോ അദ്ദേഹം സമയത്തിനതീതനാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും അദ്ദേഹം ഒരുപോലെയാണ്. നമ്മുടെ യേശു കർത്താവേ കാലാതീതനാണ്. കാലദൈർഘ്യങ്ങളാൽ യാതൊരുവിധമായ മാറ്റങ്ങളും ഉണ്ടാകാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ സമയം ബാധിക്കുന്നില്ല എങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തിക്കകത്തും, അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വീടെങ്കിൽ വീട്, ഏതുതരം അനുഗ്രഹമെങ്കിൽ ആ അനുഗ്രഹം, അതിന് ദൂരപരിധികൾ വിഷയമാകാതെ, അതിനകത്ത് സമയദൈർഘ്യങ്ങൾ പ്രശ്നമാകാതെ, കാലദൈർഘ്യം, കാലതാമസം എന്ന് പറയുന്ന ആ ദുഷിച്ച ചങ്ങലയുടെ ഇടപാട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു നന്മയ്ക്ക് മീതെ ഒരു പൂട്ടായി വെളിപ്പെടാതെ നിങ്ങൾക്കിപ്പോൾ തന്നെ ചിലത് അനുവദിച്ച് തരേണ്ടതിന് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വിടുതലായി വെളിപ്പെടുകയാണ്. ഞാൻ ഇന്ന് ഈ ദൈവശബ്ദം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒത്തിരി കാലം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറാൻ പോവുകയാണ്. ഒരുപാട് സമയമെടുത്ത് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ ചില കാര്യങ്ങൾ ഇൻസ്റ്റൻ്റായി സംഭവിപ്പാൻ പോവുകയാണ്. നാളെയെ കിട്ടൂ, മറ്റന്നാളെ കിട്ടൂ, അടുത്ത ആഴ്ചയെ നടക്കൂ, അടുത്ത മാസം, അടുത്ത വർഷം, അങ്ങനെ നീണ്ടു പോകുന്ന സമയക്രമങ്ങൾക്കിടയിൽ ഈ ദൈവശബ്ദം കൊണ്ട് ഞാൻ അതിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഇന്ന് രാവിലെ ആത്മാവിന് നിറവിൽ ഞാൻ പറയുന്നു, ഇന്ന് യേശു അത് ചെയ്യും. ഏറ്റവും പവർഫുള്ളായി ഈ കാര്യം വെളിപ്പെട്ടു വന്ന സ്ഥലം കാൽവറി ക്രൂശാണ്. ഞാൻ ആ ഒരു ഭാഗം കൂടെ ഒന്ന് തൊട്ടിട്ട് ഈ ദൂത് അവസാനിപ്പിക്കാം. ലോകത്ത് കാലദൈർഘ്യത്തിൻ്റെ ശക്തിയെ പൊട്ടിച്ച് കളഞ്ഞ സ്ഥലം യേശുവിൻ്റെ ക്രൂശ് മരണം നടന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടായ പ്രകൃതി പ്രതിഭാസങ്ങൾ സമയത്തിൻ്റെ മീതെ യേശുവിൻ്റെ മരണം ആധിപത്യം എടുത്തു എന്നതിൻ്റെ തെളിവാണ്. ഒന്നാമത്തെ തെളിവ്, യേശു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു, കൂരിരുട്ട് ദേശത്തുണ്ടായി എന്ന് ബൈബിളിൽ പറയുന്നു. ദാറ്റ് മീൻസ് സൂര്യപ്രകാശം മറഞ്ഞു പോകത്തക്ക വിധം, കൂരിരുട്ട് ദേശത്ത് വരത്തക്ക വിധം നട്ടുച്ചയ്ക്ക് രാത്രിയായി തീരണം എങ്കിൽ സമയക്രമം, സൂര്യൻ്റെ ജ്വലനാത്മകമായ ശക്തി ഉയർന്നു നിൽക്കുന്ന ആ സമയത്തിൻ്റെ മീതെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അധികാരം പവർഫുള്ളായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് സൂര്യചന്ദ്രന്മാരുടെ ഭ്രമണ നിയന്ത്രണ പദങ്ങൾക്കും മീതെ യേശുവിൻ്റെ മരണത്താൽ സ്വാധീനം ചെലുത്തപ്പെട്ടു. രണ്ടാമത്തെ വാക്ക്, യേശുവിൻ്റെ മരണം കാൽവറി ക്രൂശിൽ നടക്കുന്ന സമയം തന്നോടുകൂടെ സമശിക്ഷാവിധിയിൽ മരിക്കുന്ന മറ്റൊരുവനോട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സമശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ക്രൂശീകരണം തന്നെ, ക്രൂശ് മരണം തന്നെ. അയാൾ, ആ ദുഷ്പ്രവൃത്തിക്കാരൻ, അയാൾ ചെയ്ത തെറ്റിന് വേണ്ടി മരിക്കുന്നു, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ഇതാണ് വ്യത്യാസം. രണ്ടും ക്രൂശീകരണമാണ്. യേശുവിൻ്റെ ക്രൂശുമരണം ആരാധനീയമാണ്, മറ്റേ ക്രൂശുമരണം സാധാരണമാണ്. അപ്പോൾ ആ ക്രൂശുമരണത്തിന് വിധേയനാകുന്ന ദുഷ്പ്രവൃത്തിക്കാരനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഒന്ന് മനനം ചെയ്തുകൊള്ളുക. അത് മറ്റൊന്നുമല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. നോക്കൂ, കാലദൈർഘ്യത്തിൻ്റെ ശക്തിയെ യേശുവിൻ്റെ കാൽവറി മരണം പൊട്ടിച്ച് കളയുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രാജ്യത്വം എന്തെങ്കിലും നടക്കുമ്പോൾ എന്നെ ഓർക്കണമെന്നുള്ള നിലയിൽ, നീ രാജാവാകുന്ന ആസന്ന ഭാവിയിൽ ഞാൻ ഓർക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു മറുപടിയാണ് വെളിപ്പെടുന്നത്. ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ഈ വചനം കേൾക്കുന്ന അനേകായിരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളൊരു കള്ളനാണേ പോലും, നിങ്ങളൊരു മഹാപാപിയാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് യേശു. ട്രൈ ചെയ്ത് നോക്കിക്കൂ, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പുണ്യാളനായി തീരണമെന്നുള്ള കൊതി നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾക്ക് നല്ലതായി തീരണമെങ്കിൽ യേശു വേണം. യേശുവിനെ കൂടാതെ ഒരു കഴഞ്ച് പോലും നമുക്കാർക്ക് നല്ലതാകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ.
ക്രിസ്തുവിനെ കൂടാതെ ഒരു നന്മയുമില്ല, ഒരു നല്ലതുമില്ല. അപ്പോൾ കൊള്ളുവേലെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും നല്ലവനാക്കാൻ കഴിയുന്ന കർത്താവിൽ ആ കാൽവറിയിലെ കള്ളനെ പോലെ ഇപ്പോൾ തന്നെ അവസരം നേടിക്കൊള്ളുക. മുന്നോട്ട് നീക്കി വെക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ പിടിച്ചാൽ ആ പിടിക്കുന്ന പിടിയാലെ കാര്യങ്ങൾ നടക്കും. യേശുവേ, രാജ്യത്വം അങ്ങ് പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണം. മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതായത് കാലദൈർഘ്യം എന്ന ആ വലിയ കടമ്പയെ യേശുവിൻ്റെ വാക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്യാൻസൽ ചെയ്യുകയാണ്. അയ്യോ, മരിച്ചു പോകുന്നു, ഇനി 3 ദിവസം കഴിഞ്ഞല്ലേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അല്ല, ഇന്ന് തന്നെ അത് നടക്കും. സകലത്തിനും മതിയായ കർത്താവിൻ്റെ ഉന്നതമായ വാക്ക്, അത് വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കാം. പക്ഷേ ഇതിനകത്ത് ഊന്നിപ്പറയുന്ന ദൂതിൻ്റെ പവർ ഇതാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ഇനിയും കാലതാമസങ്ങൾ എടുത്തിട്ടല്ല ദൈവപ്രവൃത്തി, ദൂരപരിധികൾ താണ്ടിയിട്ടല്ല അനുഗ്രഹം, ഒരുപാട് ഓടിയിട്ടല്ല വിടുതൽ, ഒത്തിരി നാൾ കാത്തിരുന്നിട്ടല്ല നന്മ. ഇന്ന് ഈ വചനത്തിൻ്റെ അകത്ത് ദൂരസ്ഥനെ സമീപസ്ഥനാക്കുന്ന ശക്തി വെളിപ്പെടുന്നു. ആ രക്തം വെളിപ്പെടുകയാണ്. ദൂരപരിധിക്കകത്ത് നിൽക്കുന്നവനെ സമീപിതാനുഭവത്തിലേക്ക് എത്തിക്കുന്ന കൃപയായി ആ രക്തം വെളിപ്പെടുന്നു. ഒപ്പം മരിക്കുന്ന, രക്തമൊഴുക്കി മരിക്കുന്ന കള്ളനോട് കാൽവറിയിലെ പരിശുദ്ധ രക്തം സംസാരിക്കുന്നു. ഇന്ന് ഞാൻ നിനക്ക് പറുദീസ തന്നിരിക്കും. യേശുവിൻ്റെ രക്തം നിങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നു. ക്രൂശിലെ തിരുരക്തം ചൊല്ലി പ്രാർത്ഥിച്ചാൽ കാലതാമസത്തിൻ്റെ ചങ്ങലകൾ അഴിക്കാം. ക്രൂശിലെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചാൽ ഇനിയും വൈകുമെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ഉത്തരം ഇൻസ്റ്റൻ്റായിട്ട് പിടിച്ചെടുക്കാം. താല്പര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രസംഗക്കുറിപ്പ് നിർത്തി വെച്ച് ഇത് പ്രസംഗിച്ച് തീർക്കാൻ വേണ്ടിയല്ല ഒരു പ്രവചനദൂതിലും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ഓരോ വചനത്തിനകത്തും പ്രായോഗിക ജീവിതത്തിനകത്ത് ശക്തി തുറക്കുന്ന എന്തോ ഒരു പരമരഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ഹോളി സ്പിരിറ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. എനിക്ക് തൃപ്തിയായി. കാരണം ഇന്നത്തെ ഈ തിരുവെഴുത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് തരണമെന്ന് ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പനേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ചില സമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിനായി നന്ദി എന്ന് പറയുക. ആ വാക്ക് അങ്ങനെ തന്നെ പറയുക. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി, യേശുവിൻ്റെ തിരുരക്തത്തിനായി നന്ദി. അങ്ങനെ തന്നെ പറയൂ. യേശുവിൻ്റെ തിരുരക്തത്തിനായി നന്ദി. യേശുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തത്തിനായി നന്ദി. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പ്രാണപ്രിയനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തരുവാൻ, അവിടുത്തെ ജീവൻ്റെ ജീവനായ പൊന്നേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി തരുവാൻ അപ്പൻ മനസ്സ് വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രക്ഷ തരുവാൻ ക്രൂശിലെ ശിക്ഷകളിലേക്ക് കടന്നുപോയ ഞങ്ങളുടെ കർത്താവിനെ ഈ ഒരു ആയുസ് മുഴുവൻ സ്തുതി നിർത്താതെ നൽകി വാഴ്ത്തിയാലും അതൊന്നും തികയില്ല. ഞങ്ങൾക്ക് കോടാനുകോടി സ്തോത്രങ്ങൾ ചെയ്യുവാൻ അനന്തകോടി ജന്മങ്ങൾ ഇനി അങ്ങ് വാരിക്കോരി തന്നാലും ആ ജന്മങ്ങളാലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ഉന്നതമായ ആരാധനയും സ്നേഹവും ഞങ്ങൾക്ക് യേശുവിനോടുണ്ട്. കാരണം അത്രത്തോളം കർത്താവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇത്രത്തോളം ഉദാത്തവും ശ്രേഷ്ഠവുമാക്കുന്നതിൽ ഒരേ ഒരാൾ മാത്രമാണ് പങ്കുവഹിച്ചിട്ടുള്ളത്, വില കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് വേണ്ടി ലോകപാപം വഹിച്ച് ക്രൂശിന്മേൽ ബലിയായി തീർന്ന ഞങ്ങളുടെ പ്രാണനാഥനായ യേശു, അവിടുത്തെ തിരുമരണവും മാത്രമാണ്. ദൈവപിതാവേ, യേശുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന തിരുശരീരത്തിൽ നിന്നും അങ്ങ് സ്നേഹിച്ച അങ്ങയുടെ പുത്രൻ്റെ തിരുദേഹത്തിൽ നിന്നും ഈ പാപമണ്ണിലേക്ക് പലവിധ മുറിവുകളിലൂടെ ഒഴുകി വാർന്നിറങ്ങിയ തിരുരക്തം അത് കേവലം പാഴായി പോകുകയായിരുന്നില്ല. യേശുവിൻ്റെ മുറിവിൻ്റെ വിടവുകളിലൂടെ ഒഴുകിയ ചോരത്തുള്ളികൾ ദൈവത്തിനോടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോടും അകലങ്ങളേറെ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെട്ടിരുന്നു പോയ സാഹചര്യത്തെ ആ രക്തം ഒഴുകി വന്ന് നികത്തിക്കൊണ്ട് ക്രിസ്തു ശരീരത്തിൻ്റെ സ്നേഹാനുഭവം ഞങ്ങൾക്ക് നൽകിത്തന്ന് ഞങ്ങളുടെ ദൂരപരിധികളെ അത് അടുപ്പമാക്കി പരിവർത്തനം ചെയ്ത് അനുഗ്രഹിച്ചിരിക്കുന്നു.
യേശുവിൻ്റെ തിരുനിണം കാലതാമസങ്ങളുടെ ചങ്ങലകൾക്ക് ഹല്ലേലൂയ തകർച്ചയിട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഉടനടി സ്ഥാപിക്കുന്ന പുതിയ ഒരു ജീവിത അവസ്ഥ തന്നെ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇന്നായിരിക്കുന്ന ദൈവകൃപയുടെ സന്തോഷം, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീക കൃപയുടെ ആഹ്ലാദം യേശുവിൻ്റെ രക്തം നിമിത്തം ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഇതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ വചനത്തിൻ്റെ ആജ്ഞയിൽ ഇനിയും നടക്കാൻ സാധ്യതയില്ല എന്ന നിലയിൽ കൈവിട്ടുപോയതും അവസരം കഴിഞ്ഞു പോയതിനാലും വേദനിക്കുന്ന പലരുടെയും പലവിധ പ്രശ്നങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ ഉയർത്തി അതിൻ്റെ മേൽ ഒരു വിടുതൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. മുടങ്ങിയ പഠനങ്ങൾ, പദ്ധതികൾ, തകർന്ന ദാമ്പത്യങ്ങൾ, ജീവിത സ്വപ്നങ്ങൾ, ഇനിയും യാഥാർത്ഥ്യമാകില്ല എന്ന വിധത്തിൽ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങൾ, ചില സാമ്പത്തിക മേഖലകൾ, പലതിൻ്റെ മേലും ഇപ്പോൾ തന്നെ വാഗ്ദത്തത്തിൻ്റെ ആത്മാവിനാൽ പുതിയൊരു ജീവശക്തി അയച്ച് അങ്ങ് അതിനെ ഇപ്പോൾ തന്നെ നവീകരിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുങ്ങപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം. ഇവർ നോക്കുമ്പോൾ തന്നെ ചില വാതിലുകൾ തുറന്നു വരട്ടെ. ഇവർ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ കടലുകൾ വഴിയായി തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എവിടെ നിന്ന് ലഭിക്കും, നമുക്ക് വഴികളില്ലല്ലോ എന്ന് പറഞ്ഞ് വിതുമ്പി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഉയരത്തിലെ മന്ന ഇവരുടെ കാൽച്ചുവട്ടിലേക്ക് പൊഴിഞ്ഞു 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 വീഴട്ടെ. ദൈവം തന്നത് പിറക്കിയെടുക്കുന്നതിൻ്റെ സന്തോഷം നിരാശ നിറഞ്ഞ ഇവരുടെ മുഖത്ത് വെളിപ്പെടുമാറാകട്ടെ. ആര് നമ്മളെ ഉദ്ധരിക്കുമെന്ന് ചോദിച്ചു കരഞ്ഞവരൊക്കെ ഈ കർത്താവിൻ്റെ സ്നേഹം വലുതെന്ന് തിരുത്തിപ്പറഞ്ഞ് സ്തുതിക്കുന്ന തലത്തിലേക്ക് ലൈഫിൻ്റെ മേലൊരു വിടുതൽ ദൈവം തുറന്നിരിക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥിച്ച ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ശരിക്കും അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡാണിത്. നിങ്ങൾക്ക് താമസം നേരിടുന്ന, നടപടിയാകില്ല എന്ന് ഉറപ്പുള്ള വിഷയത്തെ കർത്താവായ യേശുവിൻ്റെ ചോരയിൽ നനഞ്ഞു കുതിരാൻ അനുവദിച്ച ശേഷം പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അല്പനേരം ആ പ്രശ്നത്തെ സമർപ്പിക്കുക. തിരുരക്തം അതിലേക്ക് ഒഴുകി കഴിയുമ്പോൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. വിടുതലാകും, അത്ഭുതമാകും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, കോട്ടയത്ത് നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ അനുഗ്രഹീതമായ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിൻ്റെ 3-ാം ദിവസമാണ്. നിങ്ങൾ വരണം, ദൈവവചനവും ആത്മീക സന്തോഷങ്ങളും പ്രാപിക്കണം. ധാരാളമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.